ഇതിൻ്റെ പഴയൊരു ഷോർട്സാണ്. ഇപ്പം അതെന്തായാലും അതിൻ്റെ വിശ്രമകാലങ്ങൾ ആനന്ദകരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് അത് ഇൻസ്പയർഡ് ആയിട്ട് ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാം. കാർഡ് ബോർഡിലേക്ക് കേവ് എൻഡിങ്സ് ഉള്ള ഒരു സ്ക്വയർ വരച്ചിട്ട് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി അത് പെയിൻറ്റ് ചെയ്തെടുക്കാം. ആ ഷോർട്സിലെ പ്രിൻറ്റ് ലൈറ്റ് ബ്ലൂ കളറിൽ വൈറ്റ് ക്ലൗഡ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ബേസായിട്ട് ലൈറ്റ് ബ്ലൂ കളർ ആക്രിലിക് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് നാളായിട്ട് ഈ ടെക്സ്ചർ ആർട്ട് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അതിലേക്കൊരു ക്ലൗഡിനെ സ്കെച്ച് ചെയ്ത് കൊടുത്തു. കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് കീറിയിട്ട് ഫെവിക്കോളും വൈറ്റ് ആക്രിലിക് പെയിൻറ്റും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഈ ടിഷ്യൂവിനെ അതിൽ മൊത്തത്തിലൊന്ന് കുതിർത്തെടുക്കണം. കുതിർന്ന് വന്ന ടിഷ്യൂവിനെ നമ്മൾ ആ സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുള്ള പോർഷനിൽ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ അത് ഉണങ്ങി വരുമ്പോൾ നല്ല ക്ലൗഡ് പോലെ ഇരിക്കും. പിന്നെ വേണമെങ്കിൽ കുറച്ച് പെയിൻറ്റും കൂടി ചെയ്ത് കൊടുക്കുക. അതായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ വെച്ച് നോക്കിയപ്പോൾ ഒരു നിലക്കും അത് ഒക്കുന്നുണ്ടായില്ല. പിന്നെ അതൊക്കെ എടുത്ത് ഒഴിവാക്കി ഞാൻ അതിൽ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അപ്പം എനിക്കിഷ്ടമായി. അപ്പം ഞാനൊരു സെക്കൻഡ് കോട്ടും കൂടി അടിച്ചു കൊടുത്തു. വെള്ളം കൂടിപ്പോയതോ ടിഷ്യൂവിൻ്റെ ആ പേപ്പേഴ്സിൻ്റെ സൈസ് കൂടിപ്പോയതോ എന്തോ ആയിരുന്നു പ്രശ്നം. ഞാൻ ബാൽക്കണിയിൽ നിന്ന് പെയിൻറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്നുണ്ടായിരുന്ന ഒരു വ്യൂ ആണ് കേട്ടോ അത്. ആ സ്കൈ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പെയിൻറ്റ് ചെയ്തെടുക്കുന്ന അതുപോലെ തന്നെ കിട്ടി. അപ്പം ഞാൻ അതിലേക്ക് ഒരു സ്മൈലി ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിനെ CD മാർക്കർ പെൻസ് വെച്ചിട്ടാണ് വെച്ചത്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ബ്ലഷും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ആദ്യം കുറച്ച് ഡിസപ്പോയിൻമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് ആ വർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിന് ഞാനൊരു ഡോട്ടഡ് ബോർഡർ ലൈനും കൂടി വരച്ചു കൊടുത്തപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊരു ഡെസ്ക് ഡെക്കോറായിട്ട് യൂസ് ചെയ്യാം.